നിങ്ങളെ കാറിന്റെ എ സിക്ക് ഇതുപോലെ ഒട്ടും തണുപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും മിസ്സാക്കാതെ കണ്ടോ, കാരണം ഇത് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും ഗൈസ്. അപ്പോൾ എ സി ഇപ്പോൾ ഫുള്ളിലേക്ക് ഇട്ടെന്നിരുന്നാലും കണ്ടില്ലേ, ഇതുവരെ കാറ്റ് കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഡിസ്റ്റൻസിലോട്ട് കാറ്റ് പോകുന്നില്ല. അപ്പോൾ എ സി ഫിൽറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഡാഷ്ബോർഡിൻ്റെ സൈഡിൽ നിന്നുള്ള ഈ ഒരു റാക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അകത്തോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹോണ്ടാന്ന ബാറ്റിങ് കണ്ടില്ലേ, അതാണ് എയർ ഫിൽറ്ററിൻ്റെ കവർ. അത് ഊരിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എയർ ഫിൽറ്റർ ഊരിയെടുക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കറക്റ്റായിട്ട് ഊരിയെടുത്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എയർ ഫിൽറ്റർ ഊരിയെടുത്തായിരുന്നു, അതുകൊണ്ടാണ് സൈഡിലെ വീഡിയോയിൽ കൊടുത്തേക്കാം എയർ ഫിൽറ്ററിൻ്റെ ഫോട്ടോ പഴയത്. സോ ഇതാണ് പുതിയ എയർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ഇതെടുത്ത് നേരെ തിരിച്ച് നമ്മൾ ഊരിയെടുത്ത് തന്നെ തിരിച്ചിട്ട് ക്ലോസ് ചെയ്താൽ മാത്രം മതി. ഇനി ഒന്ന് നമുക്ക് എ സി നോക്കാം. ഈ വണ്ണിൽ തന്നെ നല്ല രീതിക്കുള്ള ഡിഫറൻസ് ഉണ്ട്. ഏകദേശം ഇതുവരെ കാറ്റ് വരുന്നുണ്ട്. ഒന്ന് ഫുൾ ഇട്ട് നോക്കാം. സി ദ എ സി ഈസ് ബ്രീത്തിങ് ഫാർ ബെറ്റർ ആയിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്കുള്ള എയർ സർക്കുലേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട്.